ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമുക്കറിയാം ദിശ അക്കാഡമിയുടെ സംരംഭമായ NTPC എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ സെഷനായ പൊളിറ്റിയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്നറിയാം, നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് സിറ്റിസൺഷിപ്പ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. ഓക്കെ, അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനും പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൂടെ പോയി നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കംസ് അണ്ടർ ഓപ്ഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഓപ്ഷൻ ബി ലീഗൽ റൈറ്റ്സ്, ഓപ്ഷൻ സി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ഓപ്ഷൻ ഡി നാച്ചുറൽ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത് പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ഏതിൻ്റെ കീഴിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കീഴിലാണോ, അതോ ലീഗൽ റൈറ്റ്സിൻ്റെ കീഴിലാണോ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിൻ്റെ കീഴിലാണോ, അല്ലെങ്കിൽ നാച്ചുറൽ റൈറ്റിൻ്റെ കീഴിലാണോ വരുന്നത്? ഓക്കെ, നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഏറ്റവും വലിയ ബൾക്കിയസ്റ്റ് ആക്കുന്ന ഒരു വിഭാഗമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എവിടെ വരും? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 വരുന്നത് അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 എന്ത് വരുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ നമുക്ക് എത്ര പാർട്സ് ഉണ്ടായിരുന്നു? 22 പാർട്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിലവിൽ 25 ഭാഗങ്ങളുണ്ടല്ലേ? അപ്പോൾ അതിനകത്ത് പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 15 വരെയാണ് ആർട്ടിക്കിൾ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കം അണ്ടർ വിച്ച് ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമുക്കറിയാം 35 വരെ എന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നുണ്ട്. അതിനകത്ത് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ചോദ്യോത്തരം കിട്ടിയില്ലേ? അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കീഴിലാണ് വരുന്നത് അല്ലേ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കീഴിലാണെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അല്ലേ? ഓപ്ഷൻ എ ആണ് ഉത്തരം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണ് അല്ലേ? ജസ്റ്റിഫൈസബിൾ ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഉള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ആരെങ്കിലും ഒരു മൗലികാവകാശങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടായാൽ ആ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാം. അത് തന്നെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 32 പറയുന്നത് ഏതെങ്കിലും ഒരു നിയമം, ഏതെങ്കിലും മനുഷ്യൻ്റെ മൗലികാവകാശത്തെ ബാധിക്കുന്ന രീതിയിലൊരു നിയമം ഉണ്ടായാൽ ആ നിയമത്തെ എവിടെ ചോദ്യം ചെയ്യാം? കോടതിയിൽ ചോദ്യം ചെയ്യാം. അല്ലെങ്കിൽ ആ ബാധിക്കപ്പെട്ട ആൾക്ക് കോടതിയിൽ പോകാം. ആർട്ടിക്കിൾ 32 പറയുന്നത് ഈ സെയിം സാധനം തന്നെയാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? അവരുടെ അവകാശത്തെ സംരക്ഷിക്കാൻ രീതിയിൽ അവർക്ക് റിട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്കറിയാം ഹേബസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെറിഷ്വറി, ക്വോ വാറണ്ടോ എന്ന് പറയുന്ന റിട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൗലിക അവകാശത്തെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ സംരക്ഷണം. വെച്ചാൽ നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ആണ് അല്ലേ? അവരുടെ ഗാർഡിയൻസ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 32 പറയുന്നത് നമ്മുടെ മൗലിക അവകാശത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ, അല്ല മൗലിക അവകാശത്തെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും നിയമം നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നിയമത്തെ കോടതിയിൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാമെന്നുള്ളതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ദാറ്റ് മീൻസ് ആർട്ടിക്കിൾ 32 ഇറ്റ്സെൽഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഇറ്റ്സ് ഓൾസോ എ ബേസിക് ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ബേസിക് ഫീച്ചറും കൂടിയാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 32 ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ല. ഇത് BR അംബേദ്കർ പറഞ്ഞ കാര്യമാണ്. ആർട്ടിക്കിൾ 32 ഇല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കൊണ്ട് ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അവകാശത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സ്ഥാപനം ഇല്ല എങ്കിൽ അതിലൊന്നും വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? ഇവിടെ നമുക്കൊരു ഗാർഡിയൻ ഉണ്ട്. അതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും നിയമം നമ്മുടെ മൗലികാവകാശത്തെ, നമുക്കറിയാം 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും നിയമം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. അതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 226 ഉണ്ട്. ആർട്ടിക്കിൾ 226 ഇതേ സംഭവം തന്നെയാണ് പറയുന്നത്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും ആർട്ടിക്കിൾ 226 എന്ന് പറഞ്ഞൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, ബട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 226 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലികാവകാശത്തെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാം? റിട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്.
ഓക്കെ, ഹൈക്കോടതിക്കും റിട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, സുപ്രീം കോടതിക്കും റിട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ അധികാരം പറയുന്ന ഏതിനകത്താ? ആർട്ടിക്കിൾ 32 മാത്രമല്ല അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് കൂടിയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 32 ഇറ്റ്സെൽഫ് എ ഫണ്ടമെന്റൽ. അതുകൊണ്ട് തന്നെയാണ് BR അംബേദ്കർ എന്ത് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ ആയാലോ? ഇത് നമ്മൾ പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 പറഞ്ഞത് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് എവിടെ ഡീൽ ചെയ്യുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മൗലികാവകാശത്തെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും നിയമം അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ അഗ്രീഡ് പേഴ്സൺ അല്ലെങ്കിൽ ആ ബാധിക്കപ്പെട്ട ആൾക്കോ അല്ലെങ്കിൽ ആ നിയമമായിട്ട് എന്ത് ചെയ്യാം? കോടതിയിൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാമെന്നാണ്, അല്ലെങ്കിൽ കോടതിക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ആർട്ടിക്കിൾ 32 ഇറ്റ്സെൽഫ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, 226 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോകാമെന്നാണ് പറയുന്നത്. പക്ഷേ 226 എന്ന് പറഞ്ഞത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഓക്കെ, അപ്പം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്ത് ചെയ്യാം? റിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ബട്ട് സുപ്രീം കോടതിയിലോട്ട് റിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന് ഉത്തരം എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കംസ് അണ്ടർ ഏതിൻ്റെ കീഴിലാണ്? ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ കീഴിലാണ്. ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, any dispute regarding the violation of the fundamental rights can be presented. Okay, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് എവിടെയാണ് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻ ദ സുപ്രീം കോർട്ട് ഓൺലി. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻ ദ സുപ്രീം കോർട്ട് ഓൺലി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻ ദി ഹൈക്കോർട്ട് ഓൺലി. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എയ്തർ ഇൻ ദ സുപ്രീം കോർട്ട് ഓർ ഇൻ ദ ഹൈക്കോർട്ട്. ഒന്നുകിൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ദ സുപ്രീം കോർട്ട് ആൻഡ് ദെൻ ഇൻ ദ ഹൈക്കോർട്ട്. ആദ്യം സുപ്രീം കോടതിയിലും പിന്നെ ഹൈക്കോടതിയിൽ എന്നാണ് പറയുന്നത്. അതായത് ചോദിച്ചിരിക്കുന്ന ചോദ്യമേ എന്തെങ്കിലും പ്രശ്നം, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പോകാൻ പറ്റുക അല്ലെങ്കിൽ എവിടെയാണ് ആദ്യം പോവുക എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എ പറയുന്നത് സുപ്രീം കോർട്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹൈക്കോർട്ട്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആദ്യം സുപ്രീം കോടതിയിലും പിന്നെ ഹൈക്കോടതിയിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 32 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലേ? രണ്ടുപേർക്കും റിട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടുപേർക്കും റിട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഹേബസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെറിഷറി, കോ വാറണ്ടോ എന്ന് പറയുന്ന റിട്സുകൾ രണ്ടുപേർക്കും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും പോവാം, സുപ്രീം കോടതിയിലും പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഹൈക്കോടതിയിൽ പോവാം. അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ രണ്ട് കോടതിയിൽ എന്ത് ചെയ്യാം? ചോദ്യം ചെയ്യാൻ പെടാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന് ഉത്തരം ഏത് വരും? എയ്തർ ഇൻ ദ സുപ്രീം കോർട്ട് ഓർ ഇൻ ദ ഹൈക്കോർട്ട്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഓക്കെ, എനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി പ്രസന്റഡ് എയ്തർ ഇൻ ദ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ എന്ത് ചെയ്യാം? അത് പ്രസന്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? കാരണം ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും റിട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി പോകാമെന്നും ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് സുപ്രീം കോടതിയിൽ പോകാമെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 32നെ BR അംബേദ്കർ എന്ന് വിളിച്ചത് ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ആർട്ടിക്കിൾ 32 ഇല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ല. ആ ഒരു രീതിയിലാണ് അദ്ദേഹം അതിനെ കണ്ടത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. Question number 3. Which schedule of the Constitution of India contains the special provisions for the administration and control of scheduled areas in the several states? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? മൊത്തം നമുക്കുള്ള ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 8 ഷെഡ്യൂൾസേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്രയായി മാറി? ഇപ്പം 12 ഷെഡ്യൂൾസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? 8 ഷെഡ്യൂൾസേ ഉണ്ടായിരുന്നുള്ളൂ, അത് 12 ഷെഡ്യൂൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ 8 ഷെഡ്യൂൾസിനകത്ത് നമുക്കറിയാം ആ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു. എന്താ? യൂണിയൻ ആൻഡ് ഇറ്റ്സ് യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞു. ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓത്ത് ഓർ അഫർമേഷൻസിന്റെ കാര്യമെന്ന് പറഞ്ഞല്ലേ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ആൻഡ് അലവൻസസിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. ഷെഡ്യൂൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേഷൻ ഓഫ് രാജ്യസഭ സീറ്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഷെഡ്യൂൾ 5 എന്ന് പറഞ്ഞാലാണ് എന്ത് പറയുന്നത്? പ്രൊവിഷൻസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബൽ ഏരിയാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഷെഡ്യൂൾ 5ലാണ് എന്ത് പറയുന്നത്? സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ ദ സെവറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതിനകത്താണ്? ഷെഡ്യൂൾ 5നകത്താണ്. ഷെഡ്യൂൾഡ് ഏരിയസിലും ഷെഡ്യൂൾ ട്രൈബൽ ഏരിയസിലും അവിടുത്തെ ഭരണ നവീകരണത്തെ പറ്റി പറയുന്നത് ഷെഡ്യൂൾ 5ലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഷെഡ്യൂൾ 6ൽ എന്താ പറയുന്നത്? ഇതേ സാധനം തന്നെയാണ് 6ലും പറയുന്നത്. ഇതേ സാധനം, അതായത് ഷെഡ്യൂൾഡ് ഏരിയ, ഷെഡ്യൂൾ ട്രൈബൽ ഏരിയാസിലെ ഭരണ നവീകരണത്തെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഷെഡ്യൂൾ 6ലും പറയുന്നത്. പക്ഷേ ഷെഡ്യൂൾ 6നകത്ത് എന്തെടുത്ത് പറയുന്നുണ്ട്? കുറച്ച് സംസ്ഥാനങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ആസാം,
മേഘാലയ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഏരിയാസിലും ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രൈബൽ ഏരിയാസിലും ഉള്ള അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഏതിനകത്ത് പറയുന്നത്? ഷെഡ്യൂൾ 6 പറയുന്നത്. ഷെഡ്യൂൾ 5 പറയുന്നത് എന്താണ്? ബാക്കിയുള്ള എല്ലാ ഷെഡ്യൂൾ, അതായത് അവിടെ സംസ്ഥാനം സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഷെഡ്യൂൾ, അതായത് സ്റ്റേറ്റിനകത്തുള്ള ഷെഡ്യൂൾഡ് ഏരിയാസിലും ഷെഡ്യൂൾ ട്രൈബൽ ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഷെഡ്യൂൾ 6 വരുമ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഏതൊക്കെ? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഉത്തരം വരുന്ന ഏതാണ്? വിച്ച് ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻഡ് കൺട്രോൾ ഓഫ് ദി ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതാ ഉത്തരം പറയുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 5ാമത്തെ ഷെഡ്യൂളിൽ അല്ലേ? 5th ഷെഡ്യൂളിലാണ് എന്തിനെ പറ്റി സൂചിപ്പിക്കുന്നത്? പ്രൊവിഷൻസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഓഫ് സെവറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെയിംസ് അവർ കൺട്രി ആസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെയിംസ് അവർ കൺട്രി ആസ്. എന്താണ് നമ്മുടെ കൺട്രിയെ വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? നമ്മുടെ ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 1 എന്താ? ആർട്ടിക്കിൾ 1 പറയുന്നത്, അതായത് പാർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാർട്ട് 1 എന്താ ഡീൽ ചെയ്യുന്നത്? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് അല്ലേ? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് എന്താ പാർട്ട് 1 പറയുന്നത് അല്ലേ? പാർട്ട് 1 പറയുന്ന പാർട്ട് 1 ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് പാർട്ട് 1 ഡീൽ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയാണ് എന്ത്? പാർട്ട് 1 ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയാണ് ഭാഗം 1 അതിനകത്ത് ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഭാരതമാണ്, അത് യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫെഡറേഷൻ ഇല്ല, സ്റ്റേറ്റ്സുകൾ തമ്മിൽ ഒരു ഫെഡറേഷൻ ഇല്ല. അതായത് ഫെഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് നിൽക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലല്ല. അതായത് തോന്നുമ്പോൾ അവർക്ക് ഇറങ്ങിപ്പോകാനും വേറൊരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനൊന്നും നമ്മുടെ സംസ്ഥാനത്തിന് അധികാരമില്ല. അതുകൊണ്ടാണ് യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഇപ്പോൾ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പേരുണ്ട്. ഇപ്പോൾ US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അതായത് സ്റ്റേറ്റും സെൻട്രലും തമ്മിലൊരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അത് എന്ന് വെച്ചാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്നും പിന്മാറി അവർക്ക് സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് മാറാനൊക്കെ അവകാശമുണ്ട്. ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫെഡറേഷൻ ഇല്ല. ഇന്ത്യയിൽ പറയുന്നത് എന്താണ്? യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാനവും അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലല്ല നിൽക്കുന്നതെന്നാണ് ചുരുക്കം. ക്ലിയർ ആയല്ലോ? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ നെയിംസ് അവർ കൺട്രി. നമ്മുടെ കൺട്രി എങ്ങനെ നെയിം ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. ഓപ്ഷൻ ബി. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ ബി, ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 2 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 2 പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഒരു പ്രദേശത്തെ നമ്മൾ അതിനെ ഇന്ത്യയായിട്ട് കൂട്ടിച്ചേർക്കുകയും അതിനെ സംസ്ഥാനമായിട്ട് രൂപീകരിക്കുകയും അല്ലെങ്കിൽ അതിനെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 3 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 3 പറയുന്നത് നിലവിലുള്ള ഇന്ത്യയുടെ ഒരു പ്രദേശത്തെ ഡിവൈഡ് ചെയ്ത് പുതിയൊരു സംസ്ഥാനമാക്കി രൂപീകരിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രദേശത്തെ കൂട്ടിച്ചേർത്തൊരു സംസ്ഥാനമായിട്ട് രൂപീകരിക്കാനോ അല്ലെങ്കിൽ ബൗണ്ടറി കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ പേരുകൾ മാറ്റാനോ ഇതിനെപ്പറ്റിയൊക്കെയാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 4 പറയുന്നത് ആർട്ടിക്കിൾ 2 സംബന്ധിച്ചും ആർട്ടിക്കിൾ 3 സംബന്ധിച്ചുള്ള ബില്ലുകൾ പാസ്സാക്കാൻ വെറും സിമ്പിൾ മെജോറിറ്റി മതി എന്നുള്ളതാണ് പറയുന്നത്. ഇനി സിമ്പിൾ മെജോറിറ്റി എന്താ, അബ്സല്യൂട്ട് മെജോറിറ്റി എന്താ, സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സിൽ കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. ഓക്കെ അല്ലേ? അതിന് ആർട്ടിക്കിൾ 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിലവിലല്ലാത്ത ഒരു പ്രദേശത്തെ നമ്മൾ സംസ്ഥാനമായിട്ട് കൂട്ടിച്ചേർക്കുകയും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കുകയും പാർലമെന്റ് അധികാരപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ആർട്ടിക്കിൾ 3 പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ നിലവിലുള്ള ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുന്നു? അതിനെ കൂട്ടിച്ചേർത്തൊരു സംസ്ഥാനമായിട്ട് രൂപീകരിക്കും അല്ലെങ്കിൽ നിലവിലുള്ള പ്രദേശത്തെ ഡിവൈഡ് ചെയ്ത് 2 സംസ്ഥാനമായിട്ട് രൂപീകരിക്കുകയും അല്ലെങ്കിൽ എന്താണ്? ഒരു ബൗണ്ടറി കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ മാറ്റാനുള്ള അധികാരം പാർലമെന്റിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 സംബന്ധിച്ചുള്ള ബില്ലുകൾ പാസ്സാകാൻ എന്ത് മതി? ഒരു സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷം മതി. അതാണ് എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 4 പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നെയിംസ് അവർ കൺട്രി ആസ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഫോർ ബിക്കമിങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ? ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആകാൻ ഇതിനകത്ത് പറയാത്ത കണ്ടീഷൻ ഏതാണ്? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഫോർ ബിക്കമിങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ? ഇതിനകത്ത് ഏതിനകത്താണ്
ഒരു ഇന്ത്യൻ സിറ്റിസൺ ആകാൻ യോഗ്യതയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതായിരിക്കും? കാരണം നമുക്ക് നോക്കാം സിറ്റിസൺഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ പാർട്ട് 1 നമ്മൾ പറഞ്ഞു യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സിന്റെ കാര്യം പറഞ്ഞു അല്ലേ. പാർട്ട് 2 എന്ത് പറയുന്നത്? ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. പാർട്ട് 2 ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. പാർട്ട് 1 എന്ത്? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് പാർട്ട് 2 നമുക്ക് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആണ് അല്ലേ. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ? ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് എന്ത് ഡീൽ ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസണിനെ പറ്റിയുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യമാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 6 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരുടെ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാനുള്ള അധികാരം അല്ലെങ്കിൽ ആ യോഗ്യതകളെ പറ്റിയാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. ഇനി 7 പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്കുള്ള എന്താണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലുള്ള അധികാരത്തെ പറ്റിയാണ് എന്ത്? ആർട്ടിക്കിൾ 7 പറയുന്നത്. ഇനി 8 പറയുന്നത് എന്താണ്? ഇന്ത്യൻ സിറ്റിസൺസ് ഇവിടെ ഇന്ത്യയിൽ ജനിച്ചിട്ട് വെളി രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ള ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. ഓക്കെ, ഇനി 9 പറയുന്നത് എന്താണ്? വേറൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. അതാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. 10 പറയുന്നത് എന്താണ്? നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് അതീതമായിട്ടിരിക്കും നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ഇനി 11 പറയുന്നത് എന്താണ്? 11 പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അങ്ങനെ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 1950 സിറ്റിസൺഷിപ്പ് ആക്ട് 1955 എന്ന് പറയുന്നത് അല്ലേ. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ആക്ടിനകത്താണ് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവാൻ ഏതൊക്കെ യോഗ്യതകൾ വേണമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്കൊരു ഇന്ത്യൻ സിറ്റിസൺ ആവാം? ഒരു ബർത്ത് വഴി പറ്റും അല്ലേ. ഒരു ബർത്ത് വഴി പറ്റും നമുക്കൊരു ഇന്ത്യൻ സിറ്റിസൺ ആവാൻ. എന്താണ്? നമ്മൾ ജന്മം മുതലേ ഇന്ത്യയിലാണെങ്കിൽ നമുക്കൊരു ബർത്ത് വഴി പറ്റും. പിന്നെ എന്താണ്? ഡിസെൻഡ് അല്ലേ. ഡിസെൻഡ് പറ്റും. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസെൻഡ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അവകാശങ്ങൾ വഴി, അതായത് അച്ഛനും അമ്മയോടുള്ള ആ ഒരു താവഴികളുള്ള ആ അവകാശം വഴിയാണ് നമുക്ക് ഡിസെൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു നാച്ചുറലൈസേഷൻ വഴി പറ്റും. പിന്നെ രജിസ്ട്രേഷൻ വഴി പറ്റും അല്ലേ. നാച്ചുറലൈസേഷൻ അതായത് നമുക്കിപ്പോൾ ഒരു വെളി രാജ്യങ്ങളിൽ ഒരാൾ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ അയാൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് നാച്ചുറലൈസേഷൻ ആയിട്ട് തന്നെ അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകി കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ്? രജിസ്ട്രേഷൻ. നമുക്ക് ഇത്ര വർഷം ഇവിടെ ഇത്രത്തെ വർഷം നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ സിറ്റിസൺ ആകാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തും ഇന്ത്യൻ സിറ്റിസൺ ആവാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? അക്യൂറിംഗ് പ്രോപ്പർട്ടി. ഓപ്ഷൻ ബി ആണ് എന്ത്? ഇതിനകത്തൊരു യോഗ്യത അല്ലാതായിട്ട് പറയുന്നത്. ക്ലിയർ ആയി? എങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാം? എങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാം? ബൈ ബർത്ത്, ജനനം വഴി, ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ നാച്ചുറലൈസേഷൻ, അതുപോലെ തന്നെ ബൈ രജിസ്ട്രേഷൻ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ദി യൂണിയൻ ടെറിട്ടറി. ഓക്കെ, ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറിട്ടറിയെ നമ്മുടെ ഇന്ത്യയായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അവർക്കും എന്താണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. സോ 5 രീതിയിലാണ്. എന്തൊക്കെയാണ്? ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് അതർ ടെറിട്ടറി ആണ്. ഇങ്ങനെ 5 രീതിയിലാണ് നമുക്ക് എന്താവാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ പറ്റുന്ന യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ നാച്ചുറലൈസേഷൻ, ബൈ രജിസ്ട്രേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഏതാണ്? അക്യൂറിംഗ് പ്രോപ്പർട്ടിയാണ്. അതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. സിറ്റിസൺഷിപ്പ് പ്രൊവിഷൻസ് ആർ എൻഷുർഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ഭാഗത്താണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു എലിമിനേഷൻ ടെക്നിക്കും ഉപയോഗിക്കാം. എന്താണ്? പാർട്ട് 2 നമുക്കറിയാലോ. പാർട്ട് 2 അപ്പോൾ പാർട്ട് 1 അല്ലാതെ എന്തല്ലോ. കാരണം പാർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ പാർട്ട് 1 ഓപ്ഷൻ ഡി നമുക്കങ്ങ് എന്ത് ചെയ്യാം? സുഖമായിട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി 3 എന്താണ്? പാർട്ട് 2 ആണ്. നമുക്കറിയാം എന്താണ്? പാർട്ട് 2 എന്ത് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. പാർട്ട് 1 യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സിനെ പറ്റി പറയുന്നു. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നു. സോ പാർട്ട് 2 എന്ത് പറയാ? പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് അല്ലേ. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു. ഇനി നമുക്ക് അതിനകത്ത് ആർട്ടിക്കിൾസ് അറിയണം അല്ലേ. ഇനി അതിനകത്ത് ആർട്ടിക്കിൾസ് അറിയുമ്പോൾ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് പാർട്ട് 2 പറയുന്നത്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്ത്? സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. അത് പാർട്ട് 2 മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following articles describes about the person voluntarily acquiring the citizenship of a foreign state not to be citizens? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഡിസ്ക്രൈബ്സ് അബൌട്ട് ദി പേഴ്സൺ വോളണ്ടറിലി അക്യൂറിംഗ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് അല്ലേ? വോളണ്ടറിലി അക്യൂറിംഗ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ്. കാരണം നമ്മളിപ്പം വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് നഷ്ടപ്പെടും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. അത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാ? ആർട്ടിക്കിൾ 9 അല്ലേ? ആർട്ടിക്കിൾ 9 എന്ത് പറയുന്നത്? നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നമ്മൾ വോളണ്ടറിലി ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അതിൻ്റെ ഡിസ്മാൻഡിൽ ആവും. ക്ലിയർ ആയാലോ? അതാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. ക്ലിയർ ആയാലോ? ആർട്ടിക്കിൾ 7 ക്വസ്റ്റ്യൻ നമ്പർ 7. അടുത്തത് ഇനി 8. വാട്ട് ഈസ് ദ മിനിമം പെർമിസിബിൾ ഏജ് ഫോർ ദി എംപ്ലോയ്മെന്റ് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ? ഓക്കെ, വാട്ട് ഈസ് ദ മിനിമം പെർമിസിബിൾ ഏജ് ഫോർ എംപ്ലോയ്മെന്റ് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ? ഇത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 24. എന്താ ആർട്ടിക്കിൾ 24? നമുക്കറിയാം 12 മുതൽ 35 വരെയാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത് അല്ലേ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. ഏത് ഭാഗത്താണ് കിടക്കുന്നത്? പാർട്ട് 3 കിടക്കുന്നത്. അതിനകത്ത് ആർട്ടിക്കിൾ 24 എന്താ പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ചിൽഡ്രൻസ് ഇൻ അല്ലേ? പ്രൊഹിബിഷൻ ഓഫ് ദി എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻസ്. ചൈൽഡ് ലേബർ ഒഴിവാക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് ആർട്ടിക്കിൾ 24 അല്ലേ? ചൈൽഡ് ലേബറിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മിനിമം ഏജ് പറയുന്നുണ്ട്. എത്ര മിനിമം ഏജ് പറയുന്നത്? മിനിമം ഏജ് എത്ര പറയുന്നത്? 14 ഇയേഴ്സ് ആണ് അല്ലേ? 14 ഇയേഴ്സ് ആണ് എന്ത് മിനിമം ഏജ് എന്ന് പറയുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഫാക്ടറീസിലോ മൈൻസിലോ ഒന്നും ജോലി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ല. അതിനൊരു നിയമം അവർ കൊണ്ടുവരുന്നുണ്ട്. എന്താണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് അല്ലേ? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നാ 1986 1986. ക്ലിയർ ആയോ? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. അപ്പം ചൈൽഡ് ലേബർ എന്താ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. അതായത് ചിൽഡ്രൻസിനെ എന്ത് ചെയ്യാൻ ഹസാഡസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്നും അവരെ വർക്ക് ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. അപ്പം മിനിമം പെർമിസിബിൾ ഏജ്, അതായത് മിനിമം ഏജ് ഉണ്ട്. ആ ഏജിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഹസാഡസ് ആയിട്ടുള്ള എൻവയോൺമെന്റിലൊന്നും ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ആ മിനിമം ഏജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്ര? അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലേ? 14 വയസ്സ്. മിനിമം വയസ്സ് എന്ന് പറഞ്ഞാൽ 14 വയസ്സാണ് അല്ലേ? മിനിമം വയസ്സ്. അത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഈ പറയുന്ന ഹസാഡസ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ജോലി ചെയ്യിക്കാൻ ശ്രമിക്കുക. അതാണ് ചൈൽഡ് എന്നാണ് അവർ പറയുന്നത്. ഇനി വേറൊരു കാര്യം, ഞാൻ 1986 ചൈൽഡ് ലേബർ റെഗുലേഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ടിന്റെ കാര്യം പറഞ്ഞു. അത് 1986 പാസ്സായത് അല്ലേ? 1986 പാസ്സായി. ഇതിനെന്ത് വന്നു? ഒരു അമെൻമെന്റ് കൊണ്ടുവരുന്നുണ്ട്. എന്നാ 2016 ഒരു അമെൻമെന്റ് കൊണ്ടുവരുന്നുണ്ട്. 2016 എന്ന് പറയുന്ന ഒരു അമെൻമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ക്ലിയർ ആയാലോ? അപ്പോൾ 2016 ഇതിന്റെ പേര് മാറുന്നുണ്ട്. എന്താണ്? ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്, ഇങ്ങനെയാണ് അതിന്റെ പേരായിട്ട് വരുന്നത്. 2016 ഇതിന്റെ അമെൻമെന്റ് വരുന്നത്. മനസ്സിലായി? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? വാട്ട് ഇസ് ദ മിനിമം പെർമിസിബിൾ ഏജ് ഫോർ എംപ്ലോയ്മെന്റ് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 14 ഇയേഴ്സ്. ക്ലിയർ ആയാലോ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം പഠിക്കുക, നല്ലപോലെ പഠിച്ച് ആ പഠനം തന്നെ തുടർന്ന് പോവുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആ വർക്കൗട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി വായിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നവരെ, NTPC എക്സ്പ്രസുമായിട്ട് വരുന്നവരെ താങ്ക് യു.